എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടാഫ്റ്റാറിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഈ ദിവസങ്ങളിൽ BJPയുടെ കേരളത്തിലെ കാര്യാലയം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അമിത്ഷാജി അദ്ദേഹം ഇവിടുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ കേൾക്കേണ്ടി വന്നു. നല്ല രസകരമായ പ്രസ്താവനകളായിരുന്നു. അതിൽ പ്രധാനമായി ഉള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, കേരളത്തിൽ വൈകാതെ തന്നെ BJPയുടെ ഗവൺമെൻറ് ഉണ്ടാകും. എന്തായിരുന്നാലും അത് നമുക്ക് നോക്കാം എപ്പോഴെങ്ങനെ ഉണ്ടാകുമെന്ന്. എന്നാൽ ഇതിൽ ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമുണ്ട്. തീർച്ചയായിട്ടും BJPക്ക് ഇവിടെ ഭരണം പിടിക്കാം, യാതൊരു കുഴപ്പമില്ല. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അമിത്ഷായും മോദിജിയൊക്കെ കോർത്തിണക്കി വച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ശരിക്കിവിടെ BJPക്ക് ഈ അടുത്ത ഭരണം തന്നെ പിടിക്കാം. അതിന് എളുപ്പം മാർഗം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രഹസ്യ അജണ്ട എന്നൊരു പരസ്യമായി പ്രഖ്യാപിച്ചാൽ മതി. മറ്റാരുമല്ല, BJPയും CPM-ഉം ഒന്നിച്ച് ഒരു അലയൻസ് ഉണ്ടാക്കുക. ഇതൊക്കെ പൊളിറ്റിക്സിൽ പലതും നടക്കും. അത് ഒരു പുതുമയുള്ള കാര്യമല്ല. ആർക്കും എപ്പോഴും എവിടെയും ജോയിൻ ചെയ്യാം. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കേരളത്തിൽ ഉന്മൂലനം ചെയ്ത് BJPക്ക് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള പ്രയത്നമാണ് ഇതിപ്പോൾ നടക്കുന്നത്. അതിനുവേണ്ടി അതീവ രഹസ്യമായി അവർ CPM-ആയിട്ടുള്ള നല്ല ധാരണയുമുണ്ട്. അത് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. കാരണം എത്ര NIA-യും CBI-യും ആരൊക്കെ എന്തൊക്കെ എത്രയോ കേസുകൾ പിണറായി വിജയനോ പേരിലിവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല. അതിനൊരു ആക്ഷനോ ഒന്നുമില്ല. നോ ആക്ഷൻ നോ റിയാക്ഷൻ. അപ്പോൾ ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ BJPയുടെ B ടീമാണ്. ഈ A ടീമും B ടീമും തുടർന്ന് സഹകരിച്ച് പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് പറയാം, വി ആർ അലയൻസ്. ഒരു മന്ത്രിസഭ ഞങ്ങൾക്ക് രൂപീകരിക്കാൻ അനായാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം UDF എന്നുള്ളൊരു സംവിധാനം, UDF അതായത് കോൺഗ്രസും ലീഗും അവർ ഒന്നിച്ച് തന്നെ ഓപ്പണായിട്ട് തന്നെയാണ് അവരെല്ലാ ഇലക്ഷനിലും പങ്കെടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ CPM-ന് ചെറിയൊരു ബുദ്ധിമുട്ടുകൾ അവരുടെ ഈ സെക്കൻഡ് ടൈമിലുള്ള ഭരണത്തിൽ ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആരും തൃപ്തരല്ല, കേരളീയർ. സോ ഇനി ഇവരെ തൃപ്തരാക്കണമെങ്കിൽ കുറേ കഞ്ഞിക്കിറ്റും വരെ കൊണ്ട് അത് കുറച്ച് ഇത്തിരി വർക്കാണ്, ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് ഏറ്റവും CPM-ന് പറ്റിയത്, നിങ്ങൾ ഇവിടെ കേരളത്തിൽ നിലനിൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ BJP-ആയിട്ട് ജോയിൻ ചെയ്യാം, ഓപ്പണായിട്ട്, നോ പ്രോബ്ലം ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ CPM-ന് ബംഗാളിൽ സംഭവിച്ചത് ഇവിടെ സംഭവിക്കും 100%. BJP ശ്രമിക്കുന്നത് ഈ B ടീമായ CPM-നെ വെച്ച് കോൺഗ്രസിനെ തകർക്കുക. കോൺഗ്രസിനെ തകർത്ത് ഇതിനെ മൊത്തം നശിപ്പിച്ചതിന് ശേഷം വിത്തിൻ നോ സെക്കൻഡ്, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ CPM-നെ ഇല്ലാതാക്കാൻ BJPക്ക് സാധിക്കും. അതൊരു തുറന്ന സത്യമാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ളതുമാണ്. ഇപ്പോൾ അതിൻ്റെ ട്രയൽ റൺ മാത്രമായിരുന്നു നമ്മുടെ ഇവിടെ ഒരു MP തൃശ്ശൂരിൽ പിണറായി BJPക്ക് സമ്മാനിച്ചത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഇനി MLA-മാരെ ഒക്കെ സഹായിക്കാം. അതിൻ്റെ സൗകര്യാർത്ഥം ഇപ്പോൾ BJPയുടെ നമ്മുടെ സ്റ്റേറ്റ് ഓഫീസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതും ഒടിക്കാൾ ഈ AKG സെൻ്ററിന് വലിയ ദൂരമൊന്നുമില്ല. അവർക്കൊരു ഹോട്ട് ലൈൻ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക് ദേ ക്യാൻ ഡു എവറിത്തിങ്. പോരാത്തതിന് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നല്ല തന്മയത്തമായി നല്ല രീതിയിലാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇതിൽ ഒന്നുകൂടെ പറയാം, എളുപ്പമാർഗം ഇപ്പോൾ BJPയുടെ ചട്ടകത്തിലാണോ കോൺഗ്രസിൻ്റെ തട്ടകത്തിലാണോ നിൽക്കുന്നത് അറിയാത്ത ഒരു നേതാവുണ്ട്, ശ്രീ ശശി തരൂർ. കഴിവുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. മുഖ്യമന്ത്രി പദം
ആഗ്രഹിക്കാറില്ല, ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ BJP യും CPM കൂടെ വിചാരിച്ചാൽ അദ്ദേഹത്തെ നിങ്ങളിലേക്ക് എടുത്ത് അങ്ങനെ ഒരു മുഖ്യനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി, സംഗതി ഡൺ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് ചെയ്തുകൂടായികയില്ല, അവസാനം അങ്ങനെ സംഭവിക്കാം. ഇതൊക്കെ രാഷ്ട്രീയമാണല്ലോ, പലതും പലപ്പോഴും സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. സോ ഇതിൽ മൂലം അണികൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഇതെല്ലാം ഒന്നായിട്ടങ്ങ് മെഡ്ജ് ചെയ്യുക. CPM ഉം BJP യും A ടീം B ടീം അങ്ങനൊരു പാർട്ടി ഉണ്ടാക്കി നേരെ പോകുക. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഉച്ചയ്ക്കടിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ ഒളിച്ചു കളി എന്തിനാണ്? അത് കം ഓപ്പൺ, പരസ്യമായിട്ട് വരിക, പരസ്യമായിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങുക. നിങ്ങൾ ജയിക്കും. ഒരു അലയൻസായിട്ട് അത് ഒരു ചരിത്ര സംഭവമായിരിക്കും. കേരളത്തിൽ ആണല്ലോ ആദ്യം എനിക്ക് തോന്നുന്നു കേരളത്തിലായിരുന്നു തോന്നി ആദ്യത്തെ CPM കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നത് ഇന്ത്യയിൽ. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി BJP യും CPM ചേർന്നൊരു മന്ത്രിസഭ വരട്ടെ, എന്താ കുഴപ്പം? അങ്ങനെ വരണം. അതായിരിക്കും വേണ്ട. കാരണം ശ്രീ പിണറായി വിജയൻ കുറച്ച് ടയർഡാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിർത്താൻ പറ്റൂ. എന്തായാലും ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. ഒന്നൊന്നും നമ്മുടെ ഇതുവരെ ഉള്ള ഒരു അനുഭവകഥകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതായിരിക്കും സംഭവിക്കുക. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അമിത്ഷാ ഈ BJP-ക്കാരും മാക്സിമം CPM-നെ സപ്പോർട്ട് ചെയ്ത് CPM-നെ ഇപ്പോൾ ഈ മിനിസ്ട്രിയിൽ നിർത്തിയിരിക്കുന്നത് BJP-യുടെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ടാണ്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്ക് ഇത്തിരി പുറത്ത് ഓപ്പണായി ഇറങ്ങി വരാൻ കുറച്ച് മാനസിക ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും. അത് അത്ര പെട്ടെന്ന് കയറി ഒരു എക്സ്പോസ് ചെയ്യുന്ന അത്ര നല്ലതല്ല. അവിടെ നിർണ്ണയിപ്പിന് അത് ബാധിക്കും എന്നുള്ളത് വിചാരിക്കുന്നത്. എന്നാൽ CPM-ന് BJP-യുടെ സപ്പോർട്ട് വേണം. ആൾറെഡി ഉണ്ട്. അത് അതീവ രഹസ്യമായിട്ടാണ്. ഇനി പരസ്യമായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ കോൺഗ്രസും മറ്റേ ലീഗിനൊക്കെ എല്ലാം ഒതുക്കാം. എന്നങ്ങനെ ട്രൈ ചെയ്യുക. പിന്നെ ശശി തരൂരിൻ്റെ കാര്യങ്ങളും ഈ A ടീമും B ടീമും ചേർന്ന് ആലോചിച്ചാൽ ശുഭം. ഇത് കഴിയുന്നതും വൈകാതെ തന്നെ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യുക. അങ്ങനെയുള്ളൊരു മനുഷ്യരെ കാണാൻ ഇവിടെ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഈ CPM-നെ വെച്ച് നിങ്ങൾ BJP-ക്കാർക്ക് ഒരുപാട് കാത്തിരിക്കണം, വർഷങ്ങളെടുക്കും. വേണ്ട. ഇത് ജസ്റ്റ് പുട്ട് ഓൺ ദ സ്പോട്ട് എവറിത്തിങ് ഗെറ്റ് ദ റൈറ്റ് റിസൾട്ട്. കാര്യം എങ്കിൽ മാത്രമേ കോൺഗ്രസിനെ ഒതുക്കാൻ പറ്റൂ. ഇനി വേറൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ CPM-ഉം BJP ഒന്നാകുമ്പോൾ അതേപോലെ സ്വന്തം കോൺഗ്രസ് അപ്പം നല്ല തീപാറുന്ന മത്സരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും CPM-ഉം A ടീമും B ടീമും ഒന്ന് ആലോചിച്ച് വേണ്ട ഒരു സംവിധാനം ഉടൻ തന്നെ ഉണ്ടാക്കുക. ഈസ് ഓപ്പൺ. ഇവിടെ എല്ലാ പബ്ലിക്കിനും അറിയാം ഈ BJP-യും CPM-ഉം തമ്മിൽ അന്തർധാര എന്താണെന്ന് എല്ലാവർക്കും ഓപ്പണായിട്ട് അറിയാമെന്നുള്ള കാര്യം. അത് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. നൗ ലെറ്റ്സ് കം ടു ദ ഗ്രൗണ്ട്. ഓപ്പണായി തന്നെ വന്നോളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു സ്തന്ധയാണ് നമ്മുടെ ജോർജ് PCR-ൻ്റെ മോൻ, പിന്നെ A-Canൻ്റെ മോൻ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ കുറച്ച് പേര്. അവർക്കൊക്കെ ഒരു സന്തോഷമായിരിക്കും. എന്തായിരുന്നാലും ഇതെല്ലാ തലതൊട്ടപ്പന്മാർ ഇപ്പോൾ ഉള്ള എല്ലാ തലതൊട്ടന്മാരും പോയത് കോൺഗ്രസിൽ നിന്ന് പോയതാണ്. അതുകൊണ്ട് ആ കോൺഗ്രസിൻ്റെ ബ്ലഡൊക്കെ അവർക്ക് കുറച്ചുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നടക്കട്ടെ. എല്ലാവർക്കും ഈ ഒരു സന്ദേശം ഈ വീഡിയോ കേൾക്കുന്നവർ അറിയിക്കണം. ഞാൻ വീണ്ടും ഈ സിൻഡിക്കേറ്റിനെ കുറിച്ചുള്ള മറ്റു വാർത്തകളുമായി വീണ്ടും നിങ്ങളെ കാണാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാലും കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.